ഇന്ന് നമുക്ക് തീയൊന്നും കത്തിക്കാതെ കടുകൊന്നും വറക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരിയാതെ തന്നെ ഒരു മാങ്ങാച്ചാർ ഇട്ടാലോ. അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വലിപ്പം വേണമെങ്കിൽ വലിപ്പത്തിൽ അരിയുക, ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞാൽ അത് കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ദാ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ മാങ്ങകളെല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുവാണ്. അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ ആകുമ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.